നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആ ചിത്രം ഒരു സാമ്പത്തിക വിജയം നേടിയ ചിത്രമാണോ? ഇത് ആക്ച്വലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സിനിമകളെ പോലെ, മറ്റുള്ള മമ്മൂട്ടി ചിത്രങ്ങളെ പോലെ വലിയ ഗംഭീരമായിട്ടുള്ള കളക്ഷനിലേക്ക് ഈ സിനിമ കയറുന്നില്ല. മാത്രവുമല്ല, തീരെ പ്രൊമോഷൻ ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന്, അതായത് മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കളക്ഷൻ കുറവ് കാണിക്കുകയും എന്നാൽ നല്ല അഭിപ്രായം നേടുകയും ചെയ്ത ഒരു സിനിമയ്ക്ക് കളക്ഷൻ കിട്ടാതെ വരുമ്പോൾ ഡീഗ്രേഡിംഗ് ചെയ്യാൻ നടക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വാദമാണ് ചിത്രം സാമ്പത്തികമായിട്ട് വൻ ഇടിവിലാണ് അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലാണ് എന്നുള്ളത്. അവർ ഇതിനെ കളിയാക്കാനായിട്ട് പറയുന്നത്, എല്ലാവരും പറയുമ്പോൾ, അപ്പൊ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിരുന്നു, മമ്മൂട്ടി ഇതിനകത്ത് മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടി കൂട്ടിയിട്ടാണ് 12 കോടിയോളം ബഡ്ജറ്റ് എന്നുള്ളത് കാണുന്നത്. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ പ്രതിഫലം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു 4 കോടി രൂപ റേഞ്ചിൽ വന്ന് നിൽക്കും ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നുള്ള കാര്യം. അത് പൂർണ്ണമായിട്ടും സത്യമാണ്. അത് മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഈ പറഞ്ഞ 12 കോടിയോളം വന്ന് നിൽക്കുന്നത്. ഈ ഒരു സത്യം അംഗീകരിക്കാൻ തീർച്ചയായിട്ടും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ തയ്യാറാവില്ല. കാരണം അവർക്ക് ഈ ചിത്രം പരാജയമാണ് എന്ന് കാണിക്കുകയാണ് വേണ്ടത്. എന്നാൽ സത്യത്തിൽ ഈ ഒരു 4 കോടിയോളം ബഡ്ജറ്റ് മാത്രമുള്ള ചിത്രത്തിന് ഇതുവരെ കിട്ടിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് 15 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 7.5 കോടി രൂപയ്ക്ക് മുകളിൽ ഇതുവരെ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തിയേറ്റർ പ്രോഫിറ്റ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് തന്നെ സിനിമ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ 12 കോടി എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടി ചേർത്തിട്ടല്ല, പടത്തിന് അത്ര ആയിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് ഹേറ്റേഴ്സ് ഉന്നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഒരു വാദം വെച്ച് നോക്കിയാൽ പോലും സിനിമ ഇതിനോടകം തന്നെ 15 കോടിയോളം നേടിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ ഷെയർ ആയിട്ട് ഏകദേശം 5 കോടിയോളം മാത്രമായിരിക്കും കയ്യിലേക്ക് വന്നിട്ടുണ്ടാവുക. 5-6 കോടി രൂപ മാത്രമായിരിക്കും പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ ചിത്രത്തിന് 10 കോടിക്ക് മുകളിൽ തന്നെ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ട്. ചെറിയ പടമാണ്, അതുകൊണ്ട് തന്നെ ചെറിയ തുകയ്ക്ക് തന്നെയാണ് വിറ്റുപോയിരിക്കുന്നത്. 10 കോടി എന്ന് പറയുമ്പോൾ വലിയ തുകയാണെന്ന് ആരും കരുതരുത്. മമ്മൂട്ടി സിനിമകളുടെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ചെറിയ തുകയ്ക്ക് തന്നെയാണ് ഇത് വിറ്റുപോയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ ചിത്രം ടേബിൾ പ്രോഫിറ്റായി മാറിയ സിനിമയാണ്. പിന്നീട് തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന എന്ത് തുകയും സിനിമയുടെ പ്രോഫിറ്റിലെ വലിപ്പം കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നോക്കിയാൽ പോലും, അതായത് ഇപ്പോൾ ഹേറ്റേഴ്സ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടാതെയാണ് 12 കോടി രൂപ എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പോലും സിനിമ സാമ്പത്തികമായിട്ട് വിജയം നേടി, അതായത് ഒരു സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ. ഇനി അതിനെ എത്രത്തോളം അടിച്ചു താഴ്ത്താൻ നോക്കിയാലും അത് താഴത്തില്ലട എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുമെന്നുള്ളതാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.